ബഹ്റൈനിലെ ഒരു കമ്പനിയിലെ 3 മലയാളികൾ പാസ്പോർട്ട് വിട്ടുകിട്ടാനായി എംബസിയിൽ ഉൾപ്പെടെ പരാതി നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. മാധ്യമങ്ങളിൽ പരാതി പറഞ്ഞതിനാൽ എംബസി പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് പരാതിക്കാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിൽ സ്പോൺസറിൽ നിന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിനായി പരാതി നൽകി കാത്തിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശികളായ സലാമും സജീറും സവാദും. കൊടുംചൂടിൽ റംസാൻ വ്രതവുമായി ബസ് യാത്രയ്ക്ക് പോലും പണമില്ലാത്തതിനാൽ നടന്നാണ് ഇവർ എംബസിയിൽ എത്തിയിരുന്നത്. ആലി എന്നുള്ള പ്രദേശത്ത് നിന്ന് അതില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എംബസിയിൽ വരണമെങ്കിൽ 25 കിലോമീറ്റർ ഉണ്ട്. ആ 25 കിലോമീറ്റർ വൺ സൈഡ് ഞങ്ങൾ നടന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് പറയുന്നത് വക്കീലടിക്കലല്ലേ, ഒന്നും ആയില്ല, അല്ലെ മറ്റുള്ളവരുടെ ഒരിക്കലല്ലേ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന, ഒന്നും ആയിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോകും. വീണ്ടും ഞങ്ങൾ തിരിച്ചവിടെ ചെല്ലുമ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം അവിടെ ചെല്ലാം. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പരാതി പറഞ്ഞതും വാർത്ത വന്നതുമാണ് തങ്ങൾക്കെതിരെ എംബസി പ്രതികാര നടപടി കാട്ടുന്നതെന്നും ഇവർ പറഞ്ഞു. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് മാധ്യമങ്ങൾ മുഖാന്തരം മേടിച്ചു തരും, നിങ്ങൾ വാർത്ത കൊടുക്ക്, ഇനിയും വാർത്ത കൊടുക്ക്, അവർ മേടിച്ചു തരും. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും എംബസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്ന് തങ്ങളുടെ അനുഭവത്തിലൂടെ ബോധ്യമായതായി ഇവർ. സാധാരണക്കാരനായ ഒരു തൊഴിലാളി അവിടെ വന്നു കഴിഞ്ഞാൽ അവന് എന്നും ഈ നടപ്പ് ഇങ്ങനെ നടക്കാം. ഞങ്ങൾ എന്തായാലും അനുഭവിക്കാവുന്നതിന്റെ പരമാവധി ഈ എംബസി കാരണം അനുഭവിച്ചു. ഇനി ഒരാൾക്ക് ഈ ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എംബസിയെക്കുറിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ തുടർച്ചയായ ഇത്തരം പരാതികളുടെ കൂടുതൽ വിവരങ്ങൾ നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആവശ്യപ്പെട്ടു. ബഹ്റിനിൽ നിന്നും സേതുരാജ് കടയ്ക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.